അപ്പോൾ ദുരിയാൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദുരിയാൻ ഫ്രൂട്ട് ഒട്ടുമിക്ക പേർക്കും അറിയാം, ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ട്. കാരണം ഇത് നമ്മളുടെ കോമൺ ആയിട്ടൊരു കിട്ടുന്നൊരു ഫ്രൂട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ആരും അധിക പേരും കഴിച്ചിട്ടില്ല ഈ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് രുചി കൊണ്ട് ആരാധകരും മണം കൊണ്ട് വിരോധികളും ആണെന്നാണ് ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ഫ്രൂട്ടുകളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിൻ്റെ നാറ്റാണ് സഹിക്കാൻ വയ്യാത്തതെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാമ്പൻ്റെ ചുളനെ കണ്ടില്ലേ, ഒരു ബണ്ണ് വെച്ചൊക്കെ പോലെയാണ് അല്ലേ, അടുക്കി ഓരോ അറകളിൽ ഓരോ നീണ്ട് അടുക്കി വെച്ച പോലെയാണ് അതിൻ്റെ ചുളകൾ കിടക്കുന്നത്. കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചക്കൻ്റെ പോലെയൊക്കെ തോന്നിയെങ്കിലും അതിലാറ് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്തിൻ്റെ സൈഡിലോ മുറ്റത്തോ ഒന്ന് വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ടല്ല. കാരണം അഥവാ അങ്ങനെ വീണാൽ അത് തലയിലൊക്കെ അപകടമാവും. കാരണം അത്രയും നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നടുകയാണെങ്കിൽ തന്നെ പറമ്പിലേക്കൊന്ന് മാറ്റി നടുന്നതാണ് നല്ല ഉത്തമം. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഹൈറ്റിൽ പോകുന്ന ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു കാരണമാണ് നമ്മൾ മുറ്റത്തിലോ അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റിൻ്റെ പലരും പല രീതിയിലാണ് കേട്ടോ വർണ്ണിക്കുന്നത്. ആർക്കും ഒരു വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. പുറം രാജ്യത്തൊക്കെ നല്ല ഒരു ഫ്രൂട്ടാണ്, പ്രത്യേകിച്ച് തായ്ലൻഡ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക അവിടങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണിത്. പക്ഷെ അവിടെ ആണെങ്കിലും നമ്മൾ ഫ്രൂട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർ നമ്മൾ ആ ഫ്രൂട്ടിനുള്ള കാശ് കൊടുത്താൽ അത് പൊളിച്ച് അപ്പോഴത്തന്നെ നമ്മൾ പാത്രത്തിൽ ഒരു സ്പൂൺ ഇട്ട് അങ്ങനെ തരികയാണ് ചെയ്യുന്നത്. ഫ്രൂട്ട് അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ തരുന്നില്ല, അവർ തന്നെ പൊളിച്ച് അതിൻ്റെ കാമ്പെടുത്തിട്ട് പാത്രത്തിലിട്ട് തരികയാണ് ചെയ്യാറ്. പിന്നെ ചിലർ പറയുന്നു ഇത് പൊളിക്കുമ്പോഴോ കഴിക്കുമ്പോഴൊന്നും സ്മെല്ല് അനുഭവപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ പൊളിച്ച് കഴിഞ്ഞൊരു 2-3 മണിക്കൂറൊക്കെ അത് എടുത്ത് വെച്ച ശേഷം പിന്നെ വീണ്ടും കഴിക്കുമ്പോൾ അപ്പോഴേക്ക് സ്മെല്ലിങ്ങനെ വരുന്നതായി തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കാറിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഈ പഴം കൊണ്ടുവച്ചാൽ ഭയങ്കര നാറ്റാണ്, ഒരുമാതിരി സ്മെല്ലാണ്, സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദുരിയൻ ഫ്രൂട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വെച്ചാൽ പ്ലെയിനിൽ ഈ ഫ്രൂട്ടിനെ കടത്തൂല, അത് നിരോധിച്ചിരുന്നു. പിന്നെ ഈ പുറത്തൊക്കെ നമ്മൾ തായ്ലൻഡ് ആ ഭാഗത്തൊക്കെ പോവാണ് അവരുടെ ഹോട്ടലിക്കോ അല്ലെങ്കിൽ ലിഫ്റ്റിക്കോ അങ്ങനെ പൊതുവെയുള്ള സ്ഥലത്തേക്കൊന്നും ഈ ഫ്രൂട്ടിനെ അവർ അടുപ്പിക്കാൻ സമ്മതിക്കൂല. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയാറ്, ആ ഫ്രൂട്ട് കൊണ്ടുവരരുത്. ഫ്രൂട്ടിൻ്റെ സ്മെല്ല് കാരണം എന്താ അറിയില്ല, ചിലർക്ക് ഇതിൽ അടുക്കാൻ പറ്റുന്നില്ല, ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. ഏത് ഫ്രൂട്ടാണെങ്കിലും പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ, പ്രത്യേകിച്ച് ഈ ദുരിയാനെക്കുറിച്ച്. അപ്പോൾ ചിലർ പറയുന്നു നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണുള്ളത്. എന്താ പറയുക, പൊട്ടിച്ച ഉടനെ കഴിക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ടേസ്റ്റ്, അങ്ങനെ മണമൊന്നും അനുഭവപ്പെടുന്നില്ല, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് വീണ്ടും ഒരു കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും കഴിക്കാനൊരു തോന്നൽ വരുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തവർ അത് കഴിക്കണില്ല. പക്ഷേ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പകുതിയിലെ ആളുകൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. പക്ഷെ നാറ്റത്തിൻ്റെ കാര്യത്തിൽ പുറത്തൊക്കെ ഈ ഒരു ഫ്രൂട്ടിന് ഭയങ്കര വിലയുള്ളത്. നമ്മളെ നാട്ടിൽ ഇതിൻ്റെ സീസണിൽ കിട്ടുന്നത്, ഇതൊരു സീസൺ എന്ന് പറയുന്നത് ജൂൺ, സെപ്റ്റംബർ ആ മാസങ്ങളിലൊക്കെയാണ്. അപ്പോൾ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല വില കൊടുത്തിട്ട് വാങ്ങിക്കണം. ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അറിയാനും അതിൻ്റെ എന്താണ് ഈ ഫ്രൂട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സീസണൽ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പുറന്തോട് നല്ല മുള്ളുകൾ നല്ല ഷാർപ്പും നല്ല കട്ടിയുമാണ്. പക്ഷേ ഇത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് സ്വന്തം വിണ്ട് കീറുന്നുണ്ട്. ആ വിണ്ട് കീറുന്ന സമയത്ത് നമ്മൾ അത് പതുക്കെ ഇങ്ങനെ അടർത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ തോട് വിട്ട് കിട്ടി അതിൻ്റെ കാമ്പെടുക്കാൻ പറ്റുന്നുണ്ട്. അത് വിണ്ട് കീറാത്ത ഒരു ടൈമിലാണ്, മൂപ്പത്താത്തൊരു ടൈമിലാണ് നമ്മൾ പൊളിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. അതിൻ്റെ ഒരു ചുള, അതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായി തോന്നുന്നുണ്ട്. അതിൻ്റെ ഓരോ അറകളിലും അടക്കി ഇങ്ങനെ ഓരോ ബണ്ണ് പോലെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കണം.
പിന്നെ ഇതിൻ്റെ തൈയാണ് കുരു പാകിയാൽ 10-12 വർഷം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൈ മുളച്ച് പിന്നെ ഫ്രൂട്ടായി കിട്ടണമെങ്കിൽ 10-12 വർഷം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഗ്രാഫ്റ്റഡ് തൈയാണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫ്റ്റ് ആകുമ്പോൾ 4-5 വർഷത്തിനുള്ളിൽ ഫ്രൂട്ടായി കിട്ടും. പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ സെപ്റ്റംബർ ആ മാസങ്ങളിലാണല്ലോ. നല്ല മധുരമൊക്കെ തന്നെയാണ്. റെഡ് ദുരിയാനാണ് ബെസ്റ്റ്, നല്ല ടേസ്റ്റ് എന്നും പറയുന്നത്. ഇതിൽ ഏറ്റവും നല്ല ഒരു ദുരിയാനിലെ ഏറ്റവും നല്ല പഴം എന്ന് പറയുന്നത്, മികച്ച ഇനം എന്ന് പറയുന്നത് മലേഷ്യൻ മൊസാക്കിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ കയറ്റുമതിയൊക്കെ ചെയ്യുന്നത് തായ്ലൻഡാണ് കൂടുതൽ പുറത്തേക്ക് കയറ്റുമതി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് പാകമാവുന്നൊരു സമയം എന്ന് വെച്ചാൽ 4 മാസം കൊണ്ട് ഫ്രൂട്ട് പാകമാവും. പിന്നെ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. ചെറുതിൽ ഒന്ന് ഷെയ്ഡ് കൊടുക്കണം. ചെറിയ തൈ വെക്കുമ്പോൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് വേണം. പിന്നെ വളർന്ന് വരുന്ന അനുസരിച്ച് ഷെയ്ഡ് വേണ്ട. നന്നായിട്ട് വെയിലിൽ നല്ല ഉയരത്തിൽ പോകുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണിത്. ഈ ദുരിയാൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെയിലും ഇടയ്ക്ക് നല്ല വളവും ഒക്കെ ചെയ്ത് കൊടുത്താൽ നമ്മളെ നാട്ടിലും ദുരിയാൻ പിടിക്കുന്നുണ്ട്, കായ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിത്തിട്ടാൽ 10-12 വർഷം എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഗ്രാഫ്റ്റഡ് തൈയൊക്കെ വാങ്ങിച്ചാണെങ്കിൽ 4-5 വർഷം കൊണ്ട് കായായി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ദുരിയാൻ ഫ്രൂട്ട് കൊണ്ടുണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പുറത്തൊക്കെ ഐസ്ക്രീം, കേക്ക്, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഒരു സംഭവം വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലാവരും വെച്ച് തുടങ്ങി. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഫ്രൂട്ടായിട്ടുണ്ട്. ഫ്രൂട്ട് കായ്ച്ചവരുണ്ട്. അപ്പോൾ ഒരുപാട് ഉയരത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചക്കകൾ തമ്മിൽ ഇങ്ങനെ കനം കൊണ്ട് ചില്ലകൾ തമ്മിൽ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ പഴങ്ങളെന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് വരുന്ന ബ്രാഞ്ചിലാണ് ഇതിൻ്റെ പഴങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ മെയിൻ തടിമലല്ല പഴങ്ങൾ ഉണ്ടാകുന്നത്. സൈഡിലേക്ക് പോകുന്ന ബ്രാഞ്ചിലാണ്. കണ്ടില്ലേ, സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന ബ്രാഞ്ചസിലാണ് ഓരോ ഫ്രൂട്ടും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കനം കൊണ്ട് ഈ ചില്ല ഒടിയാതിരിക്കാനാണ് കയറ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചക്കൻ്റെ കനം കാരണം ചിലപ്പോൾ ചില്ല ഒടിയാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് കയറ് മറ്റേ ചില്ല മേലെയുള്ള ചില്ലക്കോ താഴെയുള്ള ചില്ലക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പണിച്ച്